നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നേര്യമംഗലം മണിയമ്പാറയിൽ KSRTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടുണ്ടായ അപകടത്തിൽ ഒരു മരണം. മരിച്ചത് കീരിത്തോട് സ്വദേശിയായ 14 വയസ്സുകാരി തെക്കുമറ്റത്തിൽ അനീറ്റ ബെന്നി. അപകടത്തെ തുടർന്ന് ബസ്സിനടിയിൽ അകപ്പെട്ട പെൺകുട്ടിയെ പുറത്തെടുത്തത് ഏറെ പണിപ്പെട്ട. വിസ തട്ടിപ്പ് നടത്തിയ മാട്ടുകെട്ട സ്വദേശിയെ കട്ടപ്പന പോലീസ് പഞ്ചാബിൽ നിന്നും പിടികൂടി. പിടിയിലായത് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശി മാട്ടയിൽ ജിനു ജോൺസൺ. തട്ടിപ്പ് നടന്നത് ജലസേവാ കേന്ദ്രത്തിന്റെ മറവിൽ. ബഫർ സോണും നിർമ്മാണ നിരോധനവും പട്ടയം നൽകാതിരിക്കലും ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ സംസ്ഥാന സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി ആരോപിച്ച് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി UDF ജില്ലാ നേതൃത്വം. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 28-ന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് നേതാക്കൾ. കുരുമുളകിന് വില ഉയർന്നെങ്കിലും പ്രതീക്ഷിച്ച വിളവില്ലാത്തത് ഇത്തവണ കർഷകർക്ക് തിരിച്ചടി. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ. വിശദമായ വാർത്തകളിലേക്ക്. നേര്യമംഗലം മണിയമ്പാറയിൽ KSRTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടുണ്ടായ അപകടത്തിൽ ഒരു മരണം. കീരിത്തോട് സ്വദേശിയായ 14 വയസ്സുകാരി തെക്കുമറ്റത്തിൽ അനീറ്റ ബെന്നിയാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ബസ്സിനടിയിൽ അകപ്പെട്ട പെൺകുട്ടിയെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. കുമളിയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നേര്യമംഗലം മണിയമ്പാറയിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായ ബസ് ഒരു വശത്തെ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ അനീറ്റ വാഹനത്തിന് അടിയിൽപ്പെടുകയായിരുന്നു. ബസ്സിനടിയിൽ കുടുങ്ങിയ അനീറ്റയെ ഏറെ നേരത്തിന് ശേഷമാണ് പുറത്തെടുക്കാനായത്. മാതാവ് മിനിയോടൊപ്പമായിരുന്നു കുട്ടി യാത്ര ചെയ്തിരുന്നത്. മൃതദേഹം കോതമംഗലം മാർ ബെസേലിയോസ് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മറ്റു യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. അപകടത്തിന് ശേഷം ഇതുവഴി എത്തിയ മറ്റൊരു KSRTC ബസ്സിലാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിസ തട്ടിപ്പ് നടത്തിയ മാട്ടുകെട്ട സ്വദേശിയെ കട്ടപ്പന പോലീസ് പഞ്ചാബിൽ നിന്നും പിടികൂടി. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശി മാട്ടയിൽ ജിനു ജോൺസണാണ് പിടിയിലായത്. ജനസേവാ കേന്ദ്രത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജനസേവാ കേന്ദ്രത്തിന്റെ മറവിലായിരുന്നു മാട്ടുകെട്ട സ്വദേശി മാട്ടയിൽ ജിനു ജോൺസൺ വിസ തട്ടിപ്പ് നടത്തിയിരുന്നത്. മാൾട്ട, ന്യൂസിലൻഡ്, പോളണ്ട് എന്നിവിടങ്ങളിലേക്ക് ഹോം ടേക്കർ ജോലിയിലേക്കെന്ന് പറഞ്ഞാണ് പലരെയും തട്ടിപ്പിനിരയാക്കിയത്. നിരവധി ആളുകളുടെ പക്കൽ നിന്നും 4 ലക്ഷം രൂപ വീതമാണ് ഇയാൾ വാങ്ങിയത്. 3 വർഷമായി പലരുടെയും പക്കൽ നിന്നും പണം വാങ്ങി. തുടർന്ന് വിസ കിട്ടാതെ വന്നതോടെ പരാതികൾ ഉയർന്നു. ഇതിനിടെ 7 മാസം മുൻപ് ഏതാനും വിസ വന്നിട്ടുണ്ടെന്നും അത് വാങ്ങുവാനായി കേരളം വിട്ടു പോകുകയാണെന്നും പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് ഇയാൾ ഒളിവിലായിരുന്നു. ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് ഉദ്യോഗസ്ഥരായ ഡിജു ജോസഫ്, അനൂപ്, സുരേഷ് ബി ആൻഡോ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചാബിലെ മൊഹാലി, സിരക്പൂരിൽ നിന്നുമാണ് ജിനുവിനെ പിടികൂടിയതെന്ന് കട്ടപ്പന DYSP VA നിഷാദ് മോൻ പറഞ്ഞു. ഇതിനു മുമ്പ് പല കേസുകളും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം പരാതികൾ ഈ വിദേശത്തേക്ക് ആളിനെ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ മൊഹാലിയിൽ നിന്നാണ് ഒരു ആളെ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അയാൾ ന്യൂസിലൻഡ്, പോളണ്ട്, മാൾട്ട തുടങ്ങിയ സ്ഥലത്തേക്ക് റിക്രൂട്ട്മെന്റിന് നിരവധി ആൾക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രധാനമായിട്ടും നമ്മുടെ ആൾക്കാർ ഇത് വേണ്ടവണ്ണം അന്വേഷിക്കാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു ഏജൻസിയൊക്കെ സമീപിക്കുന്നത്. കൃത്യമായൊരു അന്വേഷണം നടത്തുന്നില്ല. എങ്ങനെയും രക്ഷപ്പെട്ട ഒരു ജോലിക്ക് വിദേശത്തേക്ക് പോകാന്നുള്ള ഒരു കണക്കൂട്ടിൽ പലരും ലോണും മറ്റ് കടങ്ങളും ഒക്കെ വാങ്ങിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം ജനങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ഏജൻസികളെ സമീപിക്കുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു പഠനം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. എങ്കിലും അതിനുശേഷം മാത്രം കൃത്യമായ എഗ്രിമെൻ്റ് ഒക്കെ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പണം കൊടുക്കാവുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 4 കേസുകളാണുള്ളത്. ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും ഉണ്ടെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ കേസുകളുടെ എണ്ണം ഉയരാനാണ് സാധ്യത. 5 പേരുടെ പക്കൽ നിന്നും 17.5 ലക്ഷം രൂപയാണ് ഇയാൾ കൈപ്പറ്റിയിട്ടുള്ളത്. കട്ടപ്പനയും സമീപ ഗ്രാമങ്ങളെയും കേന്ദ്രീകരിച്ച് വിസ തട്ടിപ്പ് കേന്ദ്രങ്ങൾ സജീവമാകുകയാണ്. വിദേശത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പല തട്ടിപ്പുകളും നടക്കുന്നത്. ഇയാൾക്കൊപ്പം മറ്റ് സഹായികൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർ ഏജൻസിയെക്കുറിച്ച് കൃത്യമായി വിവരം തിരക്കിയ ശേഷം മാത്രമേ പണം ഇടപാടുകൾ നടത്താവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി.
ബഫർ സോണും നിർമ്മാണ നിരോധനവും പട്ടയം നൽകാതിരിക്കലും ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ സംസ്ഥാന സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി ആരോപിച്ച പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി UDF ജില്ലാ നേതൃത്വം. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 28-ന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് ജില്ലാ നേതാക്കൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016 മെയ് 26-ന് ജില്ലയിലെ 8 വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച പീഡനം ജില്ലയിലെ ജലസേചന ഡാമുകളുടെ ജണ്ടയ്ക്ക് പുറത്ത് 120 മീറ്ററും വൈദ്യുതി വകുപ്പിന്റെ ഡാമുകളുടെ ജണ്ടയ്ക്ക് പുറത്ത് 200 മീറ്ററും ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വരെ എത്തി നിൽക്കുകയാണ്. 2019 ഓഗസ്റ്റ് 22-ന് ഇടുക്കി ജില്ലയിൽ മാത്രം സമ്പൂർണ്ണ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയും നിർമ്മിച്ചതെല്ലാം പട്ടയം റദ്ദാക്കി സർക്കാരിന് ഏറ്റെടുക്കാമെന്നുള്ള ഉത്തരവിനെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളും നടത്തുകയും ചെയ്തു. 2019 ഡിസംബർ 17-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത നിർമ്മാണ നിരോധനം പിൻവലിക്കുമെന്ന പിണറായി വിജയൻ നൽകിയ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. ചട്ടഭേദഗതിയിലൂടെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്ന വിഷയം 4 വർഷത്തിനു ശേഷം നടത്തിയ നിയമ ഭേദഗതിയിലൂടെ സങ്കീർണമാക്കി ഇന്നും വ്യക്തതയില്ലാതെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഹൈറേഞ്ചിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന യാതൊരു നീതീകരണവുമില്ലാത്ത വിവേചനവും അനീതിയുമാണിതെന്ന് നേതാക്കൾ പറഞ്ഞു. ആ നിയമത്തിൽ ആവശ്യമില്ലാത്ത സങ്കീർണതകളെല്ലാം ഉണ്ടാക്കി ഇന്നും അതൊരു അവ്യക്തമായി തുടരുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയും പറഞ്ഞു 2025 മാർച്ച് 31 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ഇതിന്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുമെന്ന് അവരും ഉറപ്പ് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ ഇന്ന് വരെയും ചട്ടവും വന്നിട്ടില്ല. കെട്ടിട നിർമ്മാണ നിരോധനം ഇതുവരെയും പിൻവലിച്ചിട്ടുമില്ല. ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിൽക്കുകയാണ്. സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ല. ചെറുകിട ആളുകൾക്ക് പോലും ചെറിയ ഒരു വ്യവസായ സംരംഭം പോലും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ആളുകൾ വിഷമിക്കുകയാണ്. ജില്ലയുടെ വികസനങ്ങൾ മുഴുവനും ഈ ഒരു കാരണത്താൽ മുരടിച്ചിരിക്കുകയാണ്. ഇത് ഈ ജില്ലയിലെ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന വലിയ ഒരു അനീതിയും വിവേചനവും ബാക്കി 13 ജില്ലകളിലും ഇല്ലാത്ത നിലയിൽ ഉള്ള ഒരു കെട്ടിട നിർമ്മാണ നിരോധനമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ആളുകളോട് കാണിക്കുന്ന ഒരു വലിയ അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പത്തുചീൻ പ്രദേശത്തെ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകാമെന്ന UDF തീരുമാനം അട്ടിമറിച്ച് പത്തുചീൻ മേഖലയിൽ പട്ടയം നൽകാൻ പാടില്ല എന്ന 2019 ജനുവരി 29-ലെ സർക്കാർ ഉത്തരവ് ഈ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന കർഷകരെ നിരാശരാക്കി. മതികെട്ടാൻ ചോലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോണാക്കിക്കൊണ്ടുള്ള 2020 ഓഗസ്റ്റ് 13-ലെ കരട് വിജ്ഞാപനത്തിന്മേൽ അപ്പീൽ ഫയൽ ചെയ്യാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയത് സർക്കാരിന്റെ അലംഭാവമാണെന്നും നേതാക്കൾ പറഞ്ഞു. 2021 ഫെബ്രുവരി 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിൽ ജില്ലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച 12,000 കോടിയുടെ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി 4 വർഷത്തിനിടെ കർഷകർക്ക് നൽകിയ ആനുകൂല്യങ്ങളും തുകയും വ്യക്തമാക്കണം. കൂടാതെ ഇടുക്കി പാക്കേജിനെ സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സർക്കാർ ഒരു പതിറ്റാണ്ടായി നടത്തിവരുന്ന വഞ്ചനയും പീഡനവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രചരണ പരിപാടികൾ UDFന്റെ നേതൃത്വത്തിൽ മണ്ഡലം തലങ്ങളിലും നടത്തും. കട്ടപ്പനയിൽ നടക്കുന്ന സത്യാഗ്രഹ പരിപാടിയിൽ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. കുരുമുളകിന് വില ഉയർന്നെങ്കിലും പ്രതീക്ഷിച്ച വിളവില്ലാത്തത് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ വേനലിൽ കുരുമുളക് കൃഷിയിൽ മാത്രം 39 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത്. 2100 ഏക്കറിലെ കുരുമുളക് കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. ഇത്തവണ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ വേനൽമഴ കർഷകരെ ചതിച്ചു. തുടർച്ചയായി പെയ്ത മഴയിൽ തിരികൾ പൂർണ്ണമായും നശിച്ചു. തിരികൾ ഉണ്ടാകുന്നതും ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച 2/3 വിളവ് മാത്രമാണ് കർഷകന് ലഭിച്ചത്. കൂടാതെ രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും ഇത്തവണ കുരുമുളക് കൃഷിയെ കാര്യമായി തന്നെ ബാധിച്ചു. കേരളത്തിൽ ഈ പ്രാവശ്യം കുരുമുളക് വില മാർച്ച് അവസാനത്തോടെ ഒരു 730 വരികയും ഇപ്പോൾ അത് വീണ്ടും പുറകോട്ടടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ 700-ൽ താഴെ കുരുമുളക് വില പുറകോട്ട് പോയിട്ടുണ്ട്. രോഗബാധയും കൃഷി നാശവും മറ്റു കാര്യങ്ങളുമായി കേരളത്തിൽ ഇപ്പോൾ കുരുമുളക് ഉൽപ്പാദനം വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്ന ഇടുക്കിയിലും വയനാട്ടിലും കുരുമുളക് കൃഷി പാടെ നശിച്ച ഒരു രീതിയാണ്. സാധാ കുരുമുളക് കർഷകർക്ക് പ്രയോജനം ചെയ്യാത്ത രീതിയിലാണ് കുരുമുളക് കൃഷി മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃഷിക്കാർ കുരുമുളക് കൃഷി തന്നെ പാടെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്.
ഇത്തവണ 750 രൂപയോളം കുരുമുളകിന് വിലയുണ്ടെങ്കിലും ഉൽപാദനമില്ലാത്തതിനാൽ കർഷകന് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. സംസ്ഥാനത്തെ കുരുമുളക് കൃഷിയിലും ഗണ്യമായി കുറവുണ്ടായിട്ടുണ്ട്. മുമ്പ് 86,541 ഹെക്ടറിലധികം കുരുമുളക് കൃഷിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുരുമുളക് കൃഷിയുള്ളത് 75,000 ഹെക്ടറിൽ മാത്രമാണ്. സംസ്ഥാന സർക്കാരിന്റെയും കൃഷിവകുപ്പിന്റെയും ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കറുത്ത പൊന്നിനെ കർഷകർ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. ആശാവർക്കർമാരുടെ വേതനം 27,900 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് INTUC നേതൃത്വം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ INTUC നടത്തിവരുന്ന സമരങ്ങൾ ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതിനാൽ 60-40 അനുപാതത്തിൽ 16,740 രൂപ കേന്ദ്ര സർക്കാരും 11,160 രൂപ സംസ്ഥാന സർക്കാരും നൽകണം. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച അർഹതപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മെഡിക്കൽ ലൈനിലെ ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാരോ അല്ല നഴ്സുമാരോ ചെന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് കണ്ട് അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആശാ വർക്കേഴ്സ് എന്നുള്ള ഒരു സ്കീം ഉണ്ടാക്കിക്കൊണ്ട് അതിനുവേണ്ടി ആൾക്കാരെ നിയമിച്ച് ഓരോരുത്തരും ഓരോരോ പഞ്ചായത്തിലും ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും കാലങ്ങളായിട്ട് വളരെ കഷ്ടപ്പാടോടുകൂടിയാണ് ഈ ആശാ വർക്കേഴ്സ് പണിയെടുത്തത്, സാധാരണ പണിയെടുത്തത്. വിഷയത്തിൽ സമരരംഗത്തുള്ള INTUC ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. റീജിയണൽ കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലേക്കും മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് ഓഫീസുകളിലേക്കും പ്രകടനവും ധർണയും നടത്തി. INTUC എക്കാലവും തൊഴിലാളികൾക്കൊപ്പമാണ്. അർഹതപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് 5 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി നൽകുന്നതിനൊപ്പം ജോലിഭാരം കുറിച്ച് ഇവരെ സ്ഥിരപ്പെടുത്താനും നടപടി വേണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെയോ കേരളത്തിലെയോ സർക്കാർ ജീവനക്കാരുകൾ ചെയ്യാത്ത ജോലികൾ, അത്രയും ചുമടുകൾ ഇവർ കൂടുതൽ ഭാരങ്ങൾ എടുക്കുന്ന തൊഴിലാളികളാണ്, പാവപ്പെട്ടവരാണ്. അവർക്ക് ന്യായമായ ശമ്പളം അവർക്ക് കിട്ടണം, അവർക്ക് അവകാശങ്ങൾ കിട്ടണം എന്നാണ് ചന്ദ്രശേഖരൻ സ്റ്റേറ്റ് പ്രസിഡന്റ് നിവേദനം കൊടുത്തത്. എന്നിട്ട് പോലും അതിനകത്ത് ഈ സർക്കാർ യാതൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അവസരം കൊടുത്ത് ഇതൊരു നിസ്സാര ഓണറേറിയോ ഇൻസെന്റീവോ കൊടുത്ത് അവസാനിപ്പിക്കേണ്ട പ്രവർത്തനമല്ല. അവർക്ക് അവരെ ഗവൺമെന്റിന്റെ സ്ഥിരം ജോലിക്കാരായി അംഗീകരിക്കണം. ലാസ്റ്റ് ഗ്രേഡ് ആരോഗ്യവകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായി അംഗീകരിച്ചുകൊണ്ട് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ഇന്ന് സർക്കാർ നൽകുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കണമെന്നാണ് INTUCയുടെ തീരുമാനവും. അതിനുവേണ്ടി വളരെ ശക്തമായ സമരപരിപാടികളുമായി INTUC മുന്നോട്ട്. വാർത്താ സമ്മേളനത്തിൽ മുൻ MLA AK മണി, ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ, PR അയ്യപ്പൻ, G മുനിയാണ്ടി, KA സിദ്ദിഖ്, D കുമാർ, രാജു ബേബി, വക്കച്ചൻ തുരുത്തിയിൽ, ലക്ഷ്മി ചന്ദ്രശേഖർ, KK സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. തൊടുപുഴയിൽ വളർത്തുനായിക്ക് ഉടമയുടെ ക്രൂരമർദ്ദനം. ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം നായിയെ ഉടമ തെരുവിൽ ഉപേക്ഷിച്ചു. വിളിച്ചിട്ട് വന്നില്ലെന്ന കാരണത്താലാണ് നായിയെ മർദ്ദിച്ചത്. സംഭവത്തിൽ തൊടുപുഴ പോലീസ് കേസെടുത്തു. തൊടുപുഴ മുതലക്കൂടത്തിൽ നിന്നാണ് അനിമൽ റെസ്ക്യൂ ടീം നായയെ കണ്ടെത്തുന്നത്. നായയുടെ ദേഹമാസകലം മുറിവേറ്റിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി നായയെ ഏറ്റെടുത്തു. നായയെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഇവർ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. നായയുടെ തലയിൽ ഉൾപ്പെടെയാണ് പരിക്ക്. ശരീരമാകെ വെട്ടിയ പാടുകളുണ്ടെന്ന് അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ പറഞ്ഞു. നമ്മൾ അവിടെ ചെന്ന് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള അയലക്കാർ പറഞ്ഞത് നായയെ പരിക്ക് പറ്റിയത് ഓണർ തന്നെ വെട്ടിയതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കിയപ്പോൾ മാരകമായിട്ടുള്ള മുറിവുകളായിരുന്നു നായക്കുണ്ടായിരുന്നത്. അത് കുഞ്ഞിൻ്റെ തലയിൽ സ്കള്ളിന് വരെ പൊട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെട്ട് തലയിലുണ്ടായിരുന്നു. കൈയുടെ ഷോൾഡർ വെട്ടി, ഷോൾഡറിൻ്റെ ഇതിറങ്ങിപ്പോയി എല്ല് പുറത്തേക്ക് വന്ന അവസ്ഥയിൽ. പിന്നെ ആ സൈഡിൽ തന്നെ ഒരു 4-5 വെട്ടുകളുണ്ട്. മൊത്തം ഒരു 8-10 വെട്ടുകൾ ആ നായയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിളിച്ചിട്ട് വന്നില്ല എന്നൊരു കാരണം കൊണ്ടാണ് ഈ മിന്നാപ്രാണിന് ഇത്രയും വലിയ ക്രൂരത ആ ഓണർ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിനെ എടുത്ത് നേരെ ഇവിടുത്തെ തൊടുപുഴ സ്റ്റേഷനിൽ കൊണ്ടുവരികയും രാത്രിയിൽ അപ്പോൾ തന്നെ പരാതി എഴുതി കൊടുത്ത് അന്വേഷിക്കാൻ നമുക്ക് വാക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. അനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിൽ നായിയെ ഉപദ്രവിച്ച ഉടമയ്ക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. അതേസമയം തെരുവിൽ അലഞ്ഞുതിരിയുന്നതും ഉടമകൾ ഉപേക്ഷിച്ചതുമായ മൃഗങ്ങൾക്ക് അഭയകേന്ദ്രമോ ചികിത്സാ സൗകര്യങ്ങളോ ജില്ലയിൽ ഇല്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും റെസ്ക്യൂ ടീം അംഗങ്ങൾ പറഞ്ഞു. വിളിച്ചിട്ട് വന്നില്ലെന്ന കാരണത്താലാണ് ഉടമ നായിയെ മർദ്ദിച്ചതെന്നാണ് വിവരം. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ പെരിയവരയ്ക്കും കന്നിമലയ്ക്കുമിടയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാറിന് തീപിടിച്ചു. മറയൂർ സന്ദർശനത്തിന് ശേഷം മൂന്നാറിലേക്ക് വരികയായിരുന്ന സഞ്ചാരികളുടെ വാഹനത്തിനാണ് തീപിടിച്ചത്.
കന്നിമലയ്ക്ക് സമീപത്ത് വെച്ച വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട സഞ്ചാരികൾ പെട്ടെന്ന് തന്നെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു. വാഹനത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. മറയൂർ സന്ദർശനത്തിന് ശേഷം മൂന്നാറിലേക്ക് വരികയായിരുന്ന സഞ്ചാരികളുടെ വാഹനത്തിനാണ് തീ പിടിച്ചത്. വാഹനത്തിനുള്ളിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയ ഉടൻ തന്നെ വലിയ രീതിയിൽ വാഹനത്തിൽ തീ ആളിപ്പടരുകയായിരുന്നു. സഞ്ചാരികൾ ഉടൻ തന്നെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. വിവരമറിയിച്ചതനുസരിച്ച് മൂന്നാറിൽ നിന്നും അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മൂന്നാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യം അധികമായാൽ അമൃതം വിഷമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കാഴ്ചപ്പാടുകൾ പ്രായോഗിക നിലയിൽ ആയിത്തീരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. തെറ്റായ കാഴ്ചപ്പാടുകളെ തിരുത്താൻ സിനിമകൾ പ്രയോജനപ്പെട്ടേക്കാമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. എമ്പുരാൻ സിനിമ വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വാസ്തവത്തില് അധികമായാൽ അമൃതം വിഷം എന്നൊരു പഴഞ്ചൊല്ലുള്ളത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മൾ വഴിതെറ്റി പോകുന്നുണ്ടോ, നമ്മുടെ കാഴ്ചപ്പാടുകൾ പ്രായോഗികമല്ലാത്ത നിലയിലായിത്തീരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് സേവനം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ രംഗത്ത്. ഫ്രണ്ട് ഓഫീസിൽ സേവനം ആവശ്യപ്പെട്ടെത്തുന്ന ആളുകളുടെ ഉദ്യോഗസ്ഥർ അലക്ഷ്യമായി മറുപടി നൽകുന്ന സാഹചര്യമാണുള്ളതെന്ന് ആരോപണം. ഫ്രണ്ട് ഓഫീസ് സേവനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നത്. ഫ്രണ്ട് ഓഫീസിൽ സേവനം ആവശ്യപ്പെട്ടെത്തുന്ന ആളുകളുടെ ഉദ്യോഗസ്ഥർ അലക്ഷ്യമായി മറുപടി നൽകുന്ന സാഹചര്യമാണുള്ളതെന്നാണ് ആരോപണം. ഇത് ആളുകൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നതായും സി നെൽസൺ പറഞ്ഞു. 10-15 ആളുകൾ ഫ്രണ്ട് ഓഫീസിൽ വന്ന് നിന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ പുള്ളി ഫ്രണ്ട് ഓഫീസിൽ ചുമ്മാ കുത്തിയിരുന്നിട്ട് ഓരോ ആളുകളും ഈ എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ പെൻഷന് വേണ്ടി ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന കണ്ടില്ല ഒരു എത്ര പ്രായമായ ഒരു പാർട്ടി അവർ ചോദിക്കുന്ന പോലെ പുള്ളിക്ക് ഒരു മറുപടിയില്ല. വന്നെങ്കിൽ കൈ ഒരുമാതിരി ഇത് ആളുകൾ എന്തോ ഇയാളുടെ അടുത്ത് ശമ്പളത്തിന് ഈ ആളുകൾ നിൽക്കണ പോലെയാണ് ഇയാളുടെ കാര്യം. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ മൂന്നാറിൽ ആളുകൾ ഇങ്ങനെ തെരുവിൽ കൂടി നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കൃത്യമായി മറുപടി ലഭിക്കാതെ വരുന്നതോടെ സാധാരണക്കാരായ ആളുകൾ കുഴിയുന്ന സ്ഥിതിയുണ്ട്. ഈ അവസ്ഥ ഒഴിവാക്കി ഫ്രണ്ട് ഓഫീസ് സേവനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വിഷയത്തിൽ പരാതി നൽകേണ്ടി വരുമെന്നും സി നെൽസൺ വ്യക്തമാക്കി. കട്ടപ്പനയിലെ ഭിന്നശേഷിക്കാരെ കൈപിടിച്ചുയർത്തി നഗരസഭ. തനത് ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക, അവരെ സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ തനത് ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപ മാറ്റിവെച്ച് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. ആദ്യഘട്ടത്തിൽ 3 പേർക്കും 2ാം ഘട്ടത്തിൽ 4 പേർക്കും ഉൾപ്പെടെ 7 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ മുച്ചക്ര വാഹനം കൊടുക്കുകയാണ്. 7 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നേരത്തെ 3 എണ്ണം കൊടുത്തു. ഇപ്പം ബാക്കി 4 പേരുടേത് കൊടുക്കുവാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുനിസിപ്പാലിറ്റി ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് നടക്കാനും ഇവരുടെ ഓരോ കാര്യങ്ങൾക്ക് ഇവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനും എല്ലാ കാര്യത്തിനും ഉപകാരപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മുച്ചക്ര വാഹനം കൊടുത്ത് ഇവരെ സഹായിക്കുന്നത്. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വാഹനം ഏറ്റുവാങ്ങിയവർ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ടിൽ നിന്നെടുത്ത് ആ ഭിന്നശേഷിക്കാരെ സഹായിക്കാൻ അവരൊരു സ്വയം തൊഴിൽ കണ്ടെത്തി അവർക്ക് ഉപജീവനമാർഗം നടത്തുവാൻ വേണ്ടിയാണ് മുനിസിപ്പാലിറ്റി ഇത്തരം ഒരു ഉദ്യമത്തിന് തയ്യാറായത്. അതിന് ഈ ഭിന്നശേഷിക്കാരെ ഞങ്ങൾ പലരും ഓരോ കാര്യത്തിലും പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി കുറേ മടി കാണിച്ചപ്പോഴും ചെയർപേഴ്സണും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരും ഞങ്ങളെ വഴക്ക് പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും കൂടി നടന്ന് ഞങ്ങളെ സഹായിച്ച ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണും അതിൻ്റെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും അതോടൊപ്പം നമ്മുടെ ICDS ഓഫീസറിനും ഞങ്ങൾക്ക് ഈ വാഹനം തന്ന എല്ലാ ഇതിനു വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KG പിന്നി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, കൗൺസിലർ സോണിയ GB, സെക്രട്ടറി അജി K തോമസ്, ICDS സൂപ്പർവൈസർ ദീപ സെബാസ്റ്റ്യൻ, ബിൻസി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കി വരുന്ന കാലിത്തീറ്റ സബ്സിഡി വിതരണം തോപ്രാംകുടിയിൽ നടന്നു. തോപ്രാംകുടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB തോമസ് ഉദ്ഘാടനം ചെയ്തു.
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരകർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന കാലിത്തീറ്റ സബ്സിഡി വിതരണമാണ് തോപ്രാംകുടിയിൽ നടന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിലുള്ള ക്ഷീരകർഷകരെ സഹായിക്കുവാനായി 72 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റിവച്ചിരിക്കുന്നത്. തോപ്രാംകുടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിലും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിരിക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ക്ഷീരകർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 72 ലക്ഷം രൂപ കാലിത്തീറ്റ സബ്സിഡിക്കും ഇൻസെൻറ്റീവിനുമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ വിട്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളും ക്ഷീര മേഖലയിൽപ്പെട്ട ആളുകൾക്ക് യാതന അനുഭവിക്കുന്ന ആളുകൾക്ക് പരമാവധി സഹായം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കാലിത്തീറ്റ സബ്സിഡി എന്നീ ഇനങ്ങളിലൊക്കെയായിട്ട് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകി വരുന്നത്. 110 ക്ഷീരകർഷകർക്കാണ് തുക വിതരണം ചെയ്തത്. സംഘം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. ബോർഡ് അംഗങ്ങളായ ജോമോൻ പുത്തേട്ട, ഷൈനി ജോസ്, ടോമി സെബാസ്റ്റ്യൻ, പ്രസാദ് കുഴിയോഴത്തിൽ, ഷിജി റോബിൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച കട്ടപ്പന ആലകുത്തി പള്ളിപ്പടി കോൽക്കാട്ടിൽപ്പടി റോഡ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകി. നഗരസഭാ കൗൺസിലർ സിബി പാർപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് നാളുകളായി തകർന്നു കിടക്കുകയായിരുന്നു. പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിച്ചാണ് കട്ടപ്പന നഗരസഭാ കൗൺസിലർ സിബി പാർപ്പായി റോഡിനായി തുക വകയിരുത്തിയത്. നവീകരണങ്ങൾ പൂർത്തീകരിച്ച റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി. ആനകുത്തി പള്ളിപ്പടി കോൽക്കാട്ടിൽപ്പടി റോഡ്, ആ റോഡ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വർഷങ്ങളായി കുറേശ്ശെ പണികളൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ പോലും പൂർണ്ണമായി ഈ റോഡ് ഒരു ഗതാഗതയോഗ്യമാക്കി തുറന്നു കിട്ടുക എന്നുള്ളത് ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അത് ഇന്ന് നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വിവിധങ്ങളായ ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് ഈ റോഡ് നമ്മൾ ഔപചാരികമായി തുറന്നു കൊടുക്കുകയാണ്. 50-ൽ പരം കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമായിരുന്നു ഈ റോഡ്. റോഡ് തകർന്ന സമയത്ത് വാഹന ഗതാഗതമടക്കം ഇതുവഴി ദുഷ്കരമായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സണ്ണി പടിഞ്ഞാറേക്കുറ്റ, ജോണി വടക്കേക്കുറ്റ, ബിജു പുത്തേട്ട, ടോമി ചെമ്മരപ്പള്ളി, ജോർജ് ചെറളയിൽ, കുട്ടപ്പൻ പ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല കായിക പരിശീലനം ആരംഭിച്ചു. സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന പരിശീലന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായും നല്ല ഭാവിക്കായും ഊന്നൽ നൽകിയാണ് അവധിക്കാല പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത്. സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന കായിക പരിശീലന ക്യാമ്പിൽ മുരിക്കാശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പരമാവധി കുട്ടികളെ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യം. PTA പ്രസിഡന്റ് റിജി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു. അവധിക്കാലം ആരംഭിച്ചപ്പോൾ സ്കൂളുകൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പല സ്കൂളുകളിൽ നിന്നും കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ആ സാഹചര്യത്തിൽ പോലും സർക്കാർ പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരുന്നു. കുട്ടികളുടെ രക്ഷിതാക്കൾ കാര്യത്തിൽ സമൂഹം ഒന്നടങ്കം ഇത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നത്. തങ്കമണി എക്സൈസ് ഓഫീസിലെ വിമുക്തി നോഡൽ ഓഫീസർ ബിനു ജോസഫ് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നാഷണൽ ലെവൽ വടംവലി മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിജിമോൻ മാത്യു, കായികാധ്യാപകൻ ഷിജോ KK, ബോബി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി അല്പം കായിക വിശേഷങ്ങളാണ്. പുതുതലമുറയിലെ പ്രതിഭകളെ വളരെ ചെറുപ്പത്തിലേ കണ്ടെത്തി അവർക്ക് ഏറ്റവും അനുയോജ്യമായ കായിക ഇനത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടത്തെ കായിക കൂട്ടായ്മയുടെ വിശേഷങ്ങൾ. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഈ പരിശീലന കളരി. മെഡിറ്റേഷനിലും പ്രാഥമിക വ്യായാമ മുറകളിലും തുടങ്ങി ഓട്ടവും ചാട്ടവും ക്രിക്കറ്റും ഫുട്ബോളും ജൂഡോയുമൊക്കെയായി ഈ അവധിക്കാലം ആഘോഷമാക്കുകയാണ് നെടുങ്കണ്ടത്തെ കുട്ടികൾ.
കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനൊപ്പം നവപ്രതിഭകളെ കണ്ടെത്തുക എന്നതാണ് പരിശീലന കളരി ലക്ഷ്യം വയ്ക്കുന്നത്. മൊബൈൽ ഫോണിന്റെയും ലഹരിയുടെയും ഒക്കെ പിടിയിൽ നിന്നും പുതുതലമുറയെ അകറ്റി സ്പോർട്സ് എന്ന ലഹരിയിലേക്ക് നയിക്കുന്നു. 100ഓളം കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഒരു സന്തോഷവും ഉന്മേഷവും നൽകുന്ന തരത്തിൽ മറ്റ് ദുശീലങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരു വിമുക്തി കിട്ടുന്നതിന് വേണ്ടി, അതായത് മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയാലും മറ്റ് മദ്യം അതുപോലെയുള്ള മറ്റു ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ ആ കുട്ടികളെ നല്ല വ്യക്തികളാക്കി തീർക്കാനായിട്ട് കളികൾക്കും അതുപോലെ തന്നെ ആനന്ദത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഈ സമ്മർ സ്പോർട്സ് സ്കൂൾ അതിൻ്റെ സിലബസ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെടുങ്കണ്ടം സ്പോർട്സ് അക്കാദമിയാണ് 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ കായിക ഇനത്തിലും പാഠങ്ങൾ പകർന്നു നൽകാൻ മികച്ച പരിശീലകരുണ്ട്. സമ്മർ ക്യാമ്പിന് ശേഷം ടാലന്റ് ഹണ്ട് നടത്തി വ്യത്യസ്ത കായിക ഇനങ്ങളിൽ തുടർ പരിശീലനം ലഭ്യമാക്കും. രക്ഷിതാക്കളുടെ ആവേശകരമായ ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ തുറകളിൽ നിന്ന് വിവിധ പരിശീലന പരിപാടികൾ, അതുപോലെ കായിക മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള പരിപാടികൾ എല്ലാം ഇതിൻ്റെ ഭാഗം മെഡിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. തികച്ചും നൂതനമായ വൈവിധ്യമാർന്ന നെടുങ്കണ്ടത്ത് നാളിതുവരെ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു നൂതന പരിശീലന മാർഗങ്ങളാണ് ഞങ്ങൾ ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത്. അവധിക്കാലം മുഴുവൻ കളിച്ചുല്ലസിക്കാൻ അവസരം ലഭിച്ചതോടെ കുട്ടികളും സന്തോഷത്തിലാണ്. കുരുന്നുകൾക്കൊപ്പം കൂട്ടുകൂടാനും നിർദ്ദേശങ്ങൾ നൽകാനും മുതിർന്ന താരങ്ങളുമുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ജൂഡോ ചെയ്യാനാണെങ്കിലും ഫുട്ബോൾ ചെയ്യാനാണെങ്കിൽ അത്ലറ്റിക്സ്, ക്രിക്കറ്റ് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഉള്ളത്. രാവിലെ മെഡിറ്റേഷൻ ക്ലാസ്സിലിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇവര് അതേപടിയാ. ഇന്ന കളർ കണ്ടോ? ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ഇപ്പം നമുക്ക് കുറേ കുഞ്ഞു പിള്ളേർ വന്നിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പോൾ ജൂഡോ ചെയ്യാനാണെങ്കിൽ അതിന് ജൂഡോയ്ക്ക് പോകാം. ജൂഡോ ചെയ്താൽ നമുക്ക് അത്രയ്ക്ക് ബെനിഫിറ്റ് ഉണ്ട്. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കാനും പിന്നെ ഒന്നുകൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നാളെയുടെ കായിക സ്വപ്നങ്ങളിലേക്കാണ് ഈ കുട്ടികളുടെ മുന്നൊരുക്കം. കളിച്ചുല്ലസിച്ച് രാജ്യത്തിന് അഭിമാന താരങ്ങളാകാനുള്ള തയ്യാറെടുപ്പ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലയിലെ വിവരം. ആകെ നോട്ട് 204. വിൽപ്പനയ്ക്ക് വന്നത് 43,008. വിൽപ്പന നടന്നത് 43,008. കൂടിയ വില 3,309. ശരാശരി വില 2,512. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 715 രൂപ. ഏലം കൂടിയ വില 2,400. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 430. ഗ്രാമ്പു 750. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,720 രൂപ. വെള്ളി 109. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നേര്യമംഗലം മണിയമ്പാറയിൽ KSRTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടുണ്ടായ അപകടത്തിൽ ഒരു മരണം. മരിച്ചത് കീരിത്തോട് സ്വദേശിയായ 14 വയസ്സുകാരി തെക്കുമറ്റത്തിൽ അനീറ്റ ബെന്നി. അപകടത്തെ തുടർന്ന് ബസ്സിനടിയിൽ അകപ്പെട്ട പെൺകുട്ടിയെ പുറത്തെടുത്തത് ഏറെ പണിപ്പെട്ട. വിസ തട്ടിപ്പ് നടത്തിയ മാട്ടുകെട്ട സ്വദേശിയെ കട്ടപ്പന പോലീസ് പഞ്ചാബിൽ നിന്നും പിടികൂടി. പിടിയിലായത് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശി മാട്ടയിൽ ജിനു ജോൺസൺ. തട്ടിപ്പ് നടന്നത് ജനസഭാ കേന്ദ്രത്തിന്റെ മറവിൽ.
ബഫർ സോണും നിർമ്മാണ നിരോധനവും പട്ടയം നൽകാതിരിക്കലും ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ സംസ്ഥാന സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി ആരോപിച്ച് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി UDF ജില്ലാ നേതൃത്വം. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 28-ന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് നേതാക്കൾ. കുരുമുളകിന് വില ഉയർന്നെങ്കിലും പ്രതീക്ഷിച്ച വിളവില്ലാത്തത് ഇത്തവണ കർഷകർക്ക് തിരിച്ചടി. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.